Hi students, welcome to Tutor at Home. ഈ വീഡിയോ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ചാപ്റ്റർ 1 ആയ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നല്ലത്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ബോയൻസി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്തായിരുന്നു ബോയൻസി? ഒരു ഫ്ലൂയിഡിനുള്ളിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് മേൽ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ് ആണ് ബോയൻസി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഈ വീഡിയോയിൽ ബോയൻസി എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് ബോയൻസി കാരണം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനായി പ്രഷർ, ഫ്ലൂയിഡ് പ്രഷർ തുടങ്ങിയ കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഫ്ലൂയിഡ് പ്രഷർ എങ്ങനെയാണ് ബോയൻസിക്ക് കാരണമാകുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ വി വിൽ ഡിറൈവ് ദ ഫോർമുല ഫോർ ബോയൻസി. ദെൻ അറ്റ് ദ എൻഡ് വി വിൽ ഡിസ്കസ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോയൻസി. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പ്രഷർ. എന്താണ് പ്രഷർ? നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. പ്രഷർ ഈസ് നത്തിങ് ബട്ട് ദ നോർമൽ ഓർ പെർപെൻഡിക്കുലർ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സർഫസ് പെർ യൂണിറ്റ് ഏരിയ. അതായത് എ ഏരിയ ഉള്ള ഒരു സർഫസിന് പെർപെൻഡിക്കുലറായി അല്ലെങ്കിൽ നോർമലായി എഫ് എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എഫ് ഡിവൈഡഡ് ബൈ എ ആയിരിക്കും. നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ 5 കിലോഗ്രാം മാസും 0.1 മീറ്റർ സ്ക്വയർ ബേസ് ഏരിയയുമുള്ള ഒരു ക്യൂബിക് ബ്ലോക്കാണ് കാണുന്നത്. ഈ ബ്ലോക്ക് നമ്മൾ ഒരു ടേബിളിന് മുകളിലേക്ക് എടുത്തു വെക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ടേബിളിന് മേലുണ്ടാകുന്ന പ്രഷർ എന്തായിരിക്കും? അതിനായി നമ്മൾ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആ ടേബിളിൻ്റെ സർഫസിന് മേൽ അനുഭവപ്പെടുന്ന നോർമൽ ഫോഴ്സും ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടേബിളിൻ്റെ ഏരിയയും. എന്താണ് ഈ കേസിൽ ടേബിളിന് അനുഭവപ്പെടുന്ന നോർമൽ ഫോഴ്സ്? അത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന നമ്മുടെ ക്യൂബിക് ബോക്സിൻ്റെ വെയിറ്റ് ആണ്. എന്താണ് ഈ ക്യൂബിക് ബോക്സിൻ്റെ വെയിറ്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എം മാസുള്ള ഒരു വസ്തുവിൻ്റെ വെയിറ്റ് എന്നത് എം ഇൻറ്റു ജി ആണ്. ഇവിടെ മാസ് 5 kg ആണ്. സോ വെയിറ്റ് ഈസ് ഈക്വൽ ടു 5 × 9.8 വിച്ച് ഈസ് ഈക്വൽ ടു 49 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഈ ഫോഴ്സ് ആ ടേബിളിൻ്റെ എത്രമാത്രം ഏരിയയിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അത് ആ ക്യൂബ് ഇരിക്കുന്ന ഏരിയ തന്നെ അല്ലേ? അതായത് ആ ക്യൂബിൻ്റെ ബേസ് ഏരിയ ആയ 0.1 മീറ്റർ സ്ക്വയർ ആണ്. സോ പ്രഷർ ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എ വിച്ച് ഈസ് ഈക്വൽ ടു 49 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 0.1 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 490 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ എന്ന് കിട്ടും. പാസ്കൽ എന്നത് പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഫ്ലൂയിഡ് പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കാം. അതിനായി ഈ വാട്ടർ ടാങ്ക് ശ്രദ്ധിക്കും. ഈ ടാങ്കിലെ വെള്ളത്തെ 1, 2, 3 അങ്ങനെ 3 ലെയറുകളായി തിരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ചിത്രത്തിൽ ടേബിളിന് മുകളിൽ ബോക്സ് ഇരുന്നപ്പോൾ ആ ടേബിളിൻ്റെ സർഫസിൽ ഒരു പ്രഷർ അനുഭവപ്പെട്ടല്ലേ? അതുപോലെ തന്നെ ഇവിടെ ലെയർ 1ൻ്റെ മുകളിലുള്ള വാട്ടറിൻ്റെ വെയിറ്റ് മൂലം ലെയർ 1ലും ഒരു പ്രഷർ അനുഭവപ്പെടും. എന്തായിരിക്കും ഈ പ്രഷർ? നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്നത് ലെയർ 1ന് മുകളിലുള്ള വാട്ടറിൻ്റെ വെയിറ്റ് ആണ്. വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലെയർ 1ന് മുകളിലുള്ള വാട്ടറിൻ്റെ മാസ് അറിഞ്ഞിരിക്കണം. ഈ മാസ് m1 ആണെന്ന് കരുതുക. സോ m1 കണ്ടുപിടിക്കാനായി നമുക്ക് ഡെൻസിറ്റിയുടെ ഫോർമുല യൂസ് ചെയ്യാം. എന്താണ് ഡെൻസിറ്റി? മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? ഇതിൽ നിന്ന് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇവിടെ വോളിയം എന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. എന്താണ് ഈ ബേസ് ഏരിയ? ഈ കേസിൽ ബേസ് ഏരിയ എന്നത് ലെയർ 1ൻ്റെ ഏരിയ തന്നെയാണ്. അത് തന്നെയാണ് ടാങ്കിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയും. അപ്പോൾ എന്താണ് ഹൈറ്റ്? ഹൈറ്റ് എന്നത് വാട്ടർ സർഫസിൻ്റെ ടോപ്പിൽ നിന്ന് ലെയർ 1ലേക്കുള്ള ഡെപ്താണ് അല്ലേ? സോ ലെയർ 1ലെ ഏരിയ എ എന്നും നമുക്ക് കിട്ടിയ ഡെപ്ത് h1 എന്നും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വോളിയത്തിൻ്റെ ഫോർമുല എന്തായിരിക്കും? a × h1 എന്നായിരിക്കും അല്ലേ? സോ നമുക്ക് മാസ് എന്ത് കിട്ടും?
ഡെൻസിറ്റി ഇൻറ്റു വോളിയം വിച്ച് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു h1 ഇൻറ്റു എ എന്ന് കിട്ടും. സോ നമ്മുടെ വെയിറ്റ് എന്ത് കിട്ടും? വെയിറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ആണ് അല്ലേ. സോ വെയിറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എ ഇൻറ്റു h1 ഇൻറ്റു ജി എന്ന് കിട്ടും. സോ ഇനി പ്രഷർ കണ്ടുപിടിക്കാൻ എന്താണ് വേണ്ടത്? ആ വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏരിയ വേണം അല്ലേ. ആ ഏരിയയും എന്താണ്? നമ്മുടെ ലെയർ 1ൻ്റെ ഏരിയ തന്നെയാണ്, അതായത് ടാങ്കിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ലെയർ 1ൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്നത് എഫ് ഡിവൈഡഡ് ബൈ എ വിച്ച് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എ ഇൻറ്റു h1 ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ എ എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലെയർ 1ലെ പ്രഷർ P1 ഇസ് ഈക്വൽ ടു h1 ഇൻറ്റു റോ ഇൻറ്റു ജി എന്ന് കിട്ടും. ഇനി നമുക്ക് ലെയർ 2 നോക്കാം. ഇവിടെയും ലെയർ 2ലെ മുകളിലുള്ള വാട്ടറിൻ്റെ വെയിറ്റ് കാരണം ലെയർ 2വിലും ഒരു പ്രഷർ അനുഭവപ്പെടും. ലെയർ 1ലെ പ്രഷർ കണ്ടുപിടിച്ച അതേ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ലെയർ 2ലെയും പ്രഷർ കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ലെയർ 2ലെ പ്രഷർ P2 ഇസ് ഈക്വൽ ടു h2 ഇൻറ്റു റോ ഇൻറ്റു ജി എന്ന് കിട്ടും. ഇവിടെ h2 എന്നുള്ളത് വാട്ടറിൻ്റെ ടോപ്പ് സർഫസിൽ നിന്ന് ലെയർ 2വിലേക്കുള്ള ഡെപ്താണ്. ഇനി നിങ്ങൾ പറയൂ, ഇവിടെ ഏത് ലെയറിലാണ് കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത്? ലെയർ 1ലാണോ അതോ ലെയർ 2വിലാണോ? തീർച്ചയായും അത് ലെയർ 2വിലാണെന്ന് മനസ്സിലാക്കാം. എന്താ കാരണം? ലെയർ 1ലെ പ്രഷർ P1 ഇസ് ഈക്വൽ ടു h1 ഇൻറ്റു റോ ജി ആണ്. ലെയർ 2വിലെ പ്രഷർ h2 ഇൻറ്റു റോ ജി ആണ്. ഇവിടെ h2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ h1 ആണ് അല്ലേ. സോ പ്രഷർ ഓഫ് ലെയർ 2 ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ ഓഫ് ലെയർ 1 എന്ന് കിട്ടും. സോ ഈ ഡിസ്കഷനിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, ഫ്ലൂയിഡ് പ്രഷർ അറ്റ് എ ഡെപ്ത് h ഇസ് ഈക്വൽ ടു h ഇൻറ്റു റോ ഇൻറ്റു ജി. അതുപോലെ തന്നെ ഫ്ലൂയിഡ് പ്രഷർ ഇൻക്രീസസ് ആസ് ഡെപ്ത് ഇൻക്രീസസ്. അങ്ങനെയെങ്കിൽ ഈ ടാങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത് എവിടെയായിരിക്കും? അത് തീർച്ചയായും ടാങ്കിൻ്റെ ബോട്ടം മോസ്റ്റ് ലെയർ അല്ലെങ്കിൽ ടാങ്കിൻ്റെ ഡീപ്പസ്റ്റ് ലെയറായ ലെയർ 3യിലായിരിക്കും അല്ലേ. സോ നമുക്ക് ഫ്ലൂയിഡ് പ്രഷർ എന്താണെന്നും ആ പ്രഷർ ഡെപ്തിനനുസരിച്ച് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നും മനസ്സിലായി. ഒരു ഫ്ലൂയിഡിൻ്റെ ഡെപ്തിനനുസരിച്ചുണ്ടാകുന്ന ഈ പ്രഷർ വേരിയേഷൻ തന്നെയാണ് ബോയൻസിക്ക് കാരണം. അത് കൂടുതലായി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ടാങ്കിൻ്റെ ഫ്ലൂയിഡിനുള്ളിൽ ഒരു ബോക്സ് ഇരിക്കുന്നത് കാണാം അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ച ഫ്ലൂയിഡ് പ്രഷർ കാരണം വെള്ളത്തിനിരിക്കുന്ന ഈ ബോക്സിൻ്റെ ഓരോ വശങ്ങളിലും ഒരു ഫോഴ്സ് അനുഭവപ്പെടും. നമുക്കെന്താണ് ഈ ഫോഴ്സ് എന്ന് നോക്കാം. ആദ്യമായി ലെഫ്റ്റ് സൈഡിലെ ഒരു പോയിൻ്റ് എടുക്കാം. ആ പോയിൻറ്റിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ആ പോയിൻറ്റിന് ചുറ്റും ഒരു ചെറിയ ഏരിയ ഡെൽറ്റ എ എടുക്കുകയാണ്. ഈ ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആ ഫോഴ്സ്? നമ്മൾ പഠിച്ചതാണ് പ്രഷർ എന്നത് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ. ഈ ഡെൽറ്റ എ ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? അത് പി എക്സ് ഇൻറ്റു ഡെൽറ്റ എ ആയിരിക്കും അല്ലേ. പി എക്സ് എന്നത് എക്സിൻ്റെ ആ ഡെപ്തിൽ അനുഭവപ്പെടുന്ന ഫ്ലൂയിഡ് പ്രഷറാണ്. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്നത് ഏരിയയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി എന്താണ് ഈ ഏരിയയുടെ ഡയറക്ഷൻ? ഏരിയയുടെ ഡയറക്ഷൻ ഏത് സർഫസിൻ്റെ ഏരിയ ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൾസോ ഇറ്റ് വിൽ ബി എവേ ഫ്രം ദ വോളിയം എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. ഇവിടെ ഡെൽറ്റ എ ഏരിയയുടെ ഡയറക്ഷൻ എന്താണ്? നമ്മൾ പഠിച്ചു, ഇറ്റ് ഈസ് നോർമൽ ടു ദ സർഫസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. മാത്രമല്ല ഇറ്റ് വിൽ ബി എവേ ഫ്രം ദ വോളിയം എൻക്ലോസ്ഡ് ബൈ ദിസ് സർഫസ്. ഇവിടെ ആ വോളിയം എന്താണ്? അത് ആ ക്യൂബിൻ്റെ വോളിയമാണ്. സോ അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണ്? അത് ഏരിയയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റാണ്. സോ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ഇനി ഈ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലെ ഇതേ ഡെപ്തിൽ ഒരു പോയിൻ്റ് എടുക്കാം. ആ പോയിൻറ്റിനെ ഞാൻ എക്സ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഇനി അതിന് ചുറ്റും ഒരു സ്മോൾ ഏരിയ എടുക്കുകയാണ്, ഡെൽറ്റ എ. ഇനി ഈ ഡെൽറ്റ എ ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? അത് പി എക്സ് ഡാഷ് ഇൻറ്റു ഡെൽറ്റ എ ആയിരിക്കും അല്ലേ. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനോ?
അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏരിയയ്ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ഏരിയയുടെ ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് നോർമൽ ടു ദ സർഫസ് ആൻഡ് എവേ ഫ്രം ദ വോളിയം എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അപ്പോൾ ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും. ഇവിടെ എക്സും എക്സ് ഡാഷും ഒരേ ഡെപ്തിലുള്ള പോയിൻ്റ് ആണെന്ന് പറഞ്ഞു. സോ പി എക്സ് വിൽ ബി ഈക്വൽ ടു പി എക്സ് ഡാഷ്. പ്രഷർ രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? എഫ് എക്സും എഫ് എക്സ് ഡാഷിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, മാത്രമല്ല അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. സോ ദേ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. സോ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. സോ അങ്ങനെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും റൈറ്റ് സൈഡിൽ കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു പോയിൻ്റ് കാണാൻ സാധിക്കും, വേർ ദ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ സൈഡ് വൈസ് നോക്കുകയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബോക്സിന് സൈഡ് വൈസ് ഒരു മോഷൻ കാണാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ ടോപ്പ് സർഫസ് നോക്കാം. അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ ബോക്സിൻ്റെ ടോപ്പ് സർഫസിലുള്ള പോയിൻറ്റ്സിൻ്റെ എല്ലാം പ്രത്യേകത എന്താണ്? അവയെല്ലാം നമ്മുടെ വാട്ടർ ലെവലിൻ്റെ, അതായത് നമ്മുടെ വാട്ടറിൻ്റെ ടോപ്പ് സർഫസിൽ നിന്ന് ഈക്വൽ ഡെപ്തിലുള്ള പോയിൻറ്റ്സ് ആണ് അല്ലേ? സോ ഈക്വൽ ഡെപ്തിലാവുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്തായിരിക്കും? ഫ്ലൂയിഡ് പ്രഷർ എന്തായിരിക്കും? അവയെല്ലാം സെയിം ആയിരിക്കും അല്ലേ? അതായത് ആ ബോക്സിൻ്റെ ടോപ്പ് സർഫസിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും അവിടെയെല്ലാം പ്രഷർ സെയിം ആയിരിക്കും. ഈ ബോക്സിൻ്റെ ടോപ്പ് സർഫസ് H1 ഡെപ്തിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ P1 എന്നുള്ളത് H1 ഇൻറ്റു റോ ഇൻറ്റു G ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ടോപ്പ് സർഫസിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? അത് P1 ഇൻറ്റു എ ആയിരിക്കും അല്ലേ? ഇവിടെ എ എന്നുള്ളത് ആ ബോക്സിൻ്റെ ടോപ്പ് സർഫസിൻ്റെ ഏരിയ ആണ്. സോ ടോപ്പ് സർഫസിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് F1 ഇസ് ഈക്വൽ ടു P1 ഇൻറ്റു എ വിച്ച് ഈസ് ഈക്വൽ ടു H1 റോ G ഇൻറ്റു എ എന്ന് കിട്ടും. ഇവിടെ F1ൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അത് ഏരിയയ്ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ഏരിയയുടെ ഡയറക്ഷൻ എന്നത് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആൻഡ് എവേ ഫ്രം ദ വോളിയം. അപ്പോൾ അത് അപ്വേർഡ് ആയിരിക്കും ഏരിയയുടെ ഡയറക്ഷൻ. സോ F1ൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയിരിക്കും. ഇനി നമുക്ക് ബോട്ടം സർഫസിലെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ബോട്ടം സർഫസിലെ എല്ലാ പോയിൻറ്റ്സും ടോപ്പ് സർഫസിലെ പോലെ തന്നെ ഈക്വൽ ഡെപ്തിലുള്ള പോയിൻറ്റ്സ് ആണ്. ഈ ഡെപ്ത് H2 എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ഈക്വൽ ഡെപ്തിലുള്ള പോയിൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രഷറും സെയിം ആയിരിക്കും അല്ലേ? ഈ പ്രഷറിനെ P2 എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ P2ൻ്റെ വാല്യൂ എന്തായിരിക്കും? അത് H2 ഇൻറ്റു റോ ഇൻറ്റു G ആയിരിക്കും അല്ലേ? സോ ബോട്ടം സർഫസിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? അത് P2 ഇൻറ്റു എ ആയിരിക്കും. എ എന്നുള്ളത് ബോട്ടം സർഫസിൻ്റെ ഏരിയ. ഇനി F2ൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അത് ബോട്ടം സർഫസിലെ ഏരിയയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ഏരിയയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ബോട്ടം സർഫസിൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ എന്നുള്ളത് ആ സർഫസിന് നോർമലും എവേ ഫ്രം ദ വോളിയമാണ്. അതുകൊണ്ട് തന്നെ എയുടെ ഡയറക്ഷൻ ഇവിടെ ബോട്ടം സർഫസിലെ ഏരിയയുടെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബോട്ടം സർഫസിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ F2ൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ സൈഡ് വൈസ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കണ്ടതുപോലെ ഫോഴ്സസിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, ബട്ട് അവയുടെ മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ്. തീർച്ചയായിട്ടും അല്ല അല്ലേ? എന്തുകൊണ്ടാണ്? ഈ രണ്ട് പോയിൻറ്റുകളും വ്യത്യസ്ത ഡെപ്തുകളിൽ സ്ഥിതി ചെയ്യുന്ന പോയിൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഷർ വ്യത്യാസമുണ്ട്. അവിടുത്തെ പ്രഷർ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് സർഫസുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സും വ്യത്യാസമാണ്. ഇവിടെ F2 ആണ് സ്ട്രോങ്ങർ ഫോഴ്സ് അല്ലേ? അപ്പം നെറ്റ് ഫോഴ്സ് എന്നുള്ളത് F2 മൈനസ് F1 ആണ്. അത് F2ൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ്. സോ ഈ ബോക്സിൻ്റെ ടോപ്പ് സർഫസിലെയും ബോട്ടം സർഫസിലെയും പ്രഷറിൻ്റെ വ്യത്യാസം കാരണം ആ ബോക്സിന് ഒരു നെറ്റ് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഫോഴ്സാണ് ബോയൻസി. ഇനി നമുക്ക് ഈ ബോയൻസിയുടെ ഫോർമുല നോക്കാം. എന്താണ് നമ്മുടെ ഫോർമുല? B = F2 മൈനസ് F1 ആണ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു H2 റോ G ഇൻറ്റു എ മൈനസ് H1 റോ G ഇൻറ്റു എ വിച്ച് ഈസ് ഈക്വൽ ടു
H2 മൈനസ് H1 ഇൻറ്റു എ ഇൻറ്റു റോ ഇൻറ്റു ജി എന്ന് കിട്ടും. ഇവിടെ എന്താണ് H2 മൈനസ് H1? അത് ആ ബോക്സിൻ്റെ ഹൈറ്റ് തന്നെയാണ് അല്ലേ? സോ ആ ബോക്സിൻ്റെ ഹൈറ്റിനെ H എന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ബോയൻ ഫോഴ്സ് B എന്നുള്ളത് H ഇൻറ്റു എ ഇൻറ്റു റോ ഇൻറ്റു ജി എന്ന് കിട്ടും. എന്താണ് H ഇൻറ്റു എ? ഹൈറ്റ് ഇൻറ്റു ബേസ് ഏരിയ. അത് വോളിയമാണ് അല്ലേ? വോളിയം ഓഫ് ബോക്സ്. സോ ബോയൻ ഫോഴ്സ് B എന്നുള്ളത് V ഇൻറ്റു റോ ഇൻറ്റു ജി എന്ന് കിട്ടും. ഇവിടെ V എന്നത് വോളിയം ഓഫ് ദ ബോക്സ് ആണ്, റോ എന്നത് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡും G എന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ V എന്നത് ടോട്ടൽ വോളിയം ഓഫ് ദ ബോക്സ് അല്ല, മറിച്ച് ആ ബോക്സിൻ്റെ എത്ര പോർഷനാണോ ആ ഫ്ലൂയിഡിനുള്ളിൽ മുങ്ങിയിരിക്കുന്നത് ആ പോർഷൻ്റെ വോളിയമാണ് V എന്നുള്ളത്. ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ ആ ബോക്സിൻ്റെ ഷെയ്ഡഡ് പോർഷൻ മാത്രമേ ഫ്ലൂയിഡിനുള്ളിലുള്ളൂ അല്ലേ? അപ്പോൾ ബോയൻസിയുടെ കാൽക്കുലേഷനിൽ ആ ഷെയ്ഡഡ് പോർഷൻ്റെ വോളിയം മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. സോ ഇപ്പം നമ്മൾ ബോയൻ ഫോഴ്സ് എന്താണ്, ബോയൻ ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ബോയൻ ഫോഴ്സിൻ്റെ ഫോർമുല, ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി നമുക്ക് ബോയൻസി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സ്പ്രിംഗ് ബാലൻസിൻ്റെ സഹായത്തോടെ നമുക്ക് ബോയൻസി മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫിഗർ നോക്കൂ. സ്പ്രിംഗ് ബാലൻസ് എന്നത് സ്പ്രിംഗ് ബാലൻസിൻ്റെ സ്പ്രിങ്ങിൽ എത്രമാത്രം ഫോഴ്സ് അനുഭവപ്പെടുന്നു ആ ഫോഴ്സ് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. വെയ്റ്റ് മെഷർ ചെയ്യാൻ നമ്മൾ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിരുന്നു അല്ലേ? അവിടെ സ്പ്രിങ്ങിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്നത് ആ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് ആയിരുന്നു. സോ നമ്മൾ അവിടെ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് ആണ് മെഷർ ചെയ്തത്. സോ ബോയൻസി മെഷർ ചെയ്യാനായിട്ട് ആദ്യം സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിൻ്റെ എയറിലുള്ള വെയ്റ്റ് മെഷർ ചെയ്യുക. 5 kg മാസുള്ള ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ സ്പ്രിംഗ് ബാലൻസുമായി അറ്റാച്ച് ചെയ്തെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വെയ്റ്റ് ഇൻ എയർ എന്തായിരിക്കും? അത് M ഇൻറ്റു G ആയിരിക്കാം. ദാറ്റ് ഈസ് 5 ഇൻറ്റു 9.8 വിച്ച് ഈസ് 49 ന്യൂട്ടൺ. ഓക്കെ. സോ ഇവിടെ സ്പ്രിംഗ് ബാലൻസിൻ്റെ സ്പ്രിങ്ങിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്നത് ആ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റായ 49 ന്യൂട്ടൺ ആണ്. ഓക്കെ. ഇനി ഇതേ ഒബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിനുള്ളിൽ ഇറക്കി വെച്ചതിന് ശേഷം, മുഴുവനായി മുക്കി വെച്ചതിന് ശേഷം സ്പ്രിംഗ് ബാലൻസിൻ്റെ റീഡിംഗ് എടുക്കുന്ന ചിത്രമാണ് ഫിഗർ 2-ൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഫ്ലൂയിഡിനുള്ളിലായിരിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന്, ആ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? രണ്ടാമതായി ഫ്ലൂയിഡിൻ്റെ ബോയൻസി അത് അപ്വേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് ഫോഴ്സ് എന്നത് വെയ്റ്റ് മൈനസ് ബോയൻസി ഓഫ് ദ ഫ്ലൂയിഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ നെറ്റ് ഫോഴ്സാണ് ഇപ്പം നമ്മുടെ സ്പ്രിംഗ് ബാലൻസിലെ സ്പ്രിങ്ങിന് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതായിരിക്കും സ്പ്രിംഗ് ബാലൻസിൻ്റെ റീഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ റീഡിങ്ങിനെ വെയ്റ്റ് ഇൻ ഫ്ലൂയിഡ് എന്ന് പറയാം. ഇനി നമുക്ക് കിട്ടിയ ഈ രണ്ട് റീഡിങ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്താ കിട്ടുക? 49 മൈനസ് ബോയൻസി. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ബോയൻസി. സോ ബോയൻസി മെഷർ ചെയ്യുക എന്താ ചെയ്യുക? ഒരു ഒബ്ജക്റ്റ് എടുക്കുക, അത് സ്പ്രിംഗ് ബാലൻസിൽ വെക്കുക, എയറിൽ വെച്ചുള്ള ആ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് മെഷർ ചെയ്യുക, ഏത് ഫ്ലൂയിഡിൻ്റെ ബോയൻസിയാണ് മെഷർ ചെയ്യേണ്ടത് ആ ഫ്ലൂയിഡിലേക്ക് ഈ ഒബ്ജക്റ്റ് മുഴുവനായി മുക്കി വെച്ചതിന് ശേഷം വീണ്ടും സ്പ്രിംഗ് ബാലൻസിൽ റീഡിംഗ് എടുക്കുക, അതായത് വെയ്റ്റ് ഇൻ ഫ്ലൂയിഡ് മെഷർ ചെയ്യുക. ഇനി ഈ രണ്ട് റീഡിങ്ങുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് കിട്ടുന്നതാണ് ബോയൻസി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ്. ഇനി നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബോയൻസി നോക്കാം. ബോയൻസി B = V ഇൻറ്റു റോ ഇൻറ്റു ജി എന്ന് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിരുന്നില്ല ഫോർമുല. ഇവിടെ റോ എന്നത് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്, G എന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇനി V എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ്. ടോട്ടൽ വോളിയം ഓഫ് ഒബ്ജക്റ്റ് അല്ല, മറിച്ച് ഒബ്ജക്റ്റിൻ്റെ ഫ്ലൂയിഡിനുള്ളിൽ ഉള്ള പോർഷൻ്റെ വോളിയമാണ്. ഓക്കെ. സോ വോളിയം എങ്ങനെയാണ് ബോയൻസിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ബോയൻസി B = V ഇൻറ്റു റോ ഇൻറ്റു ജി ആണ്. ഇവിടെ റോയും ജിയും ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്ക് B ഈസ് പ്രൊപ്പോർഷണൽ ടു V എന്ന് കിട്ടും അല്ലേ? ബോയൻസി ഈസ് പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ശ്രദ്ധിക്കൂ.
ഇവിടെ നമുക്ക് സെയിം മാസുള്ള ഒരു കോപ്പറിൻ്റെയും അയണിൻ്റെയും ബ്ലോക്കുകളാണ് വെള്ളത്തിനടിയിൽ മുക്കി വെച്ചിരിക്കുന്നത്. ഇവയിൽ ഏത് ബ്ലോക്കിനാണ് കൂടുതൽ ബോയൻസി അനുഭവപ്പെടുന്നത്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യാനായി ആവശ്യമായ ഡെൻസിറ്റി, ജിയുടെയും വാല്യൂസ് നമുക്കറിയാം. ഇവിടെ വാട്ടറാണ് ആ ഫ്ലൂയിഡ് അല്ലേ? അപ്പോൾ ഡെൻസിറ്റി എന്താണ് വാട്ടറിൻ്റെ? 1000 kg/m³. അതുപോലെ ജി നമുക്കറിയാം 9.8 m/s² ആണ്. സോ നമുക്ക് വോളിയം അറിഞ്ഞുകൂടാ. സോ നമ്മൾ വോളിയം കണ്ടുപിടിക്കണം. ആദ്യമായി നമുക്ക് വോളിയം ഓഫ് കോപ്പർ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഡെൻസിറ്റി എന്നത് മാസ് ഡിവൈഡ് ബൈ വോളിയമാണ്. തന്നിരിക്കുന്ന കോപ്പറിൻ്റെയും അയണിൻ്റെയും ബ്ലോക്കുകളുടെയും മാസ് എന്നത് 1 kg എന്ന് അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് ഡെൻസിറ്റി ഓഫ് കോപ്പർ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളിയം ഓഫ് കോപ്പർ കണ്ടുപിടിക്കാം അല്ലേ? എന്താണ് കോപ്പറിൻ്റെ ഡെൻസിറ്റി? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. കോപ്പറിൻ്റെ ഡെൻസിറ്റി എന്നത് 8950 ആണ്. സോ വോളിയം ഓഫ് കോപ്പർ എന്നത് മാസ് ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് കോപ്പർ ആണ്. ഈ കേസിൽ അത് 1 ഡിവൈഡഡ് ബൈ 8950 എന്ന് കിട്ടും. അത് 1.12 ഇൻറ്റു 10⁻⁻⁴ m³ എന്ന് കിട്ടും. ഇനി വോളിയം ഓഫ് അയൺ എന്താ? അത് മാസ് ഓഫ് അയൺ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് അയൺ ആണ്. ഡെൻസിറ്റി ഓഫ് അയൺ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് 7874 kg/m³. സോ മാസ് നമ്മൾ 1 kg എന്ന് പറഞ്ഞു. സോ വോളിയം ഓഫ് അയൺ എന്നത് 1 ഡിവൈഡഡ് ബൈ 7874 വിച്ച് ഈസ് ഈക്വൽ ടു 1.27 ഇൻറ്റു 10⁻⁻⁴ m³ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? വോളിയം ഓഫ് അയൺ എന്നത് വോളിയം ഓഫ് കോപ്പറിനെക്കാട്ടി കൂടുതലാണ്. ഇനി നമുക്ക് ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ കോപ്പർ ബ്ലോക്ക് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് കോപ്പർ ഇമേഴ്സ്ഡ് ഇൻസൈഡ് ദ ഫ്ലൂയിഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ജി വിച്ച് ഈസ് ഈക്വൽ ടു 1/8950 ഇൻറ്റു 1000 ഇൻറ്റു 9.8 വിച്ച് ഈസ് ഈക്വൽ ടു 1.09 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ബോയൻസി ഓഫ് അയൺ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഓഫ് അയൺ which is immersed inside the fluid into density of fluid into G which is equal to 1/7874 into 1000 into 9.8 which is equal to 1.24 Newton എന്ന് കിട്ടും. സോ നമുക്കിവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? വോളിയം ഓഫ് കോപ്പർ വോളിയം ഓഫ് അയണിനെക്കാട്ടി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ കോപ്പർ ബ്ലോക്ക് എന്നത് ബോയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ അയൺ ബ്ലോക്കിനെക്കാട്ടിൽ കുറവാണ്. സോ ബോയൻസി ഇൻക്രീസസ് ആസ് വോളിയം ഇൻക്രീസസ് അല്ലെങ്കിൽ ബോയൻസി ഡിക്രീസസ് ആസ് വോളിയം ഡിക്രീസസ്. ഈ രണ്ട് ബ്ലോക്കുകളുടെയും വെയിറ്റ് എന്തായിരിക്കും? രണ്ടിൻ്റെയും മാസ് 1 kg എന്ന് പറഞ്ഞു അല്ലേ? സോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എന്നുള്ളത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 9.8 വിച്ച് ഈസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ എന്ന് കിട്ടും. രണ്ടിനും സെയിം വെയിറ്റ് ആണ്. കാരണം എന്താണ്? രണ്ട് ബ്ലോക്കുകളുടെയും മാസ് സെയിം ആയതുകൊണ്ട്. സോ ഈ ബ്ലോക്കുകളുടെ രണ്ടിൻ്റെയും വെയിറ്റ് ഇൻ എയർ എന്നുള്ളത് സെയിം ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. ഇനി വെയിറ്റ് ഇൻ വാട്ടർ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ. വെയിറ്റ് ഇൻ വാട്ടർ എന്നത് വെയിറ്റ് ഇൻ എയർ മൈനസ് ബോയൻസി ആണ്. ബോയൻസി നമ്മൾ ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ? സോ കോപ്പറിൻ്റെ കേസിൽ വെയിറ്റ് ഇൻ വാട്ടർ എന്താണ്? 9.8 ന്യൂട്ടൺ മൈനസ് 1.09 വിച്ച് ഈസ് ഈക്വൽ ടു 8.7 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ. സോ അയണിൻ്റെ കേസിൽ വെയിറ്റ് ഇൻ വാട്ടർ എന്തായിരിക്കും? ഇറ്റ് ഈസ് വെയിറ്റ് ഇൻ എയർ മൈനസ് ബോയൻസി വിച്ച് ഈസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ മൈനസ് 1.24 ന്യൂട്ടൺ വിച്ച് ഈസ് ഈക്വൽ ടു 8.56 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ നമുക്ക് ടെക്സ്റ്റിൽ കൊടുക്കുന്ന ആ ടേബിൾ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? കോപ്പർ ബ്ലോക്കിൻ്റെയും അയൺ ബ്ലോക്കിൻ്റെയും മാസ് 1 kg എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അണ്ടർ ദീസ് അസംഷൻ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ ടേബിൾ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാം. സോ കമ്മിങ് ടു ദ കൺക്ലൂഷൻ, ഫോർ എ പർട്ടിക്കുലർ ഫ്ലൂയിഡ്, അതായത് റോയും ജിയും ഫിക്സ്ഡ് ആണെങ്കിൽ ബോയൻസി വിൽ ബി പ്രപ്പോർഷണൽ ടു വോളിയം. അതായത് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോയൻസിയും ഇൻക്രീസ് ചെയ്യും.
ബോയൻസി തന്നെയാണ് നമ്മുടെ വെയിറ്റ് ലോസ് അല്ലേ. സോ വെയിറ്റ് ലോസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? വെയിറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഫ്ലൂയിഡ് അത് ഡിക്രീസ് ചെയ്യും. ഇനി വോളിയം ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ ബോയൻസി ഡിക്രീസ് ചെയ്യും, അതായത് വെയിറ്റ് ലോസ് ഡിക്രീസ് ചെയ്യും. സോ വോളിയം ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെയിറ്റ് ഇൻ ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യും. എന്താ കാരണം? വെയിറ്റ് ലോസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബോയൻസിയെ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ടെക്സ്റ്റിലെ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ നമ്മൾ 2 അസംഷൻസ് എടുക്കുന്നുണ്ട്. ഒന്ന് വോളിയം എന്നത് 1/1000 മീറ്റർ ക്യൂബ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് എന്നത് 5 kg ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബോയൻസിയുടെ ഫോർമുല എന്താ? V/ρg ആണ്. ഇവിടെ വിയും ജിയും അറിയാം, റോ ഫ്ലൂയിഡിനനുസരിച്ച് മാറും അല്ലേ. ഇവിടെ എന്താണ് വെയിറ്റ് ഇൻ എയർ? നമ്മൾ മാസ് 5 kg എന്ന് അസ്യൂം ചെയ്തു. സോ വെയിറ്റ് ഇൻ എയർ എന്നുള്ളത് 5 × 9.8 വിച്ച് ഈസ് ഈക്വൽ ടു 49 ന്യൂട്ടൺ. ഇവിടെ ഓരോ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റികൾ തന്നിട്ടുണ്ട്. വാട്ടറിൻ്റെ 1000, സലൈൻ വാട്ടറിൻ്റേത് 1025, അതുപോലെ തന്നെ കെറോസിൻ്റേത് 810. ഇനി നമുക്ക് ഈ ഓരോ ഫ്ലൂയിഡിലും നമ്മുടെ ഒബ്ജക്റ്റിന് ഇവിടെ സ്റ്റോണാണ് തന്നിരിക്കുന്നത്. സ്റ്റോണിന് അനുഭവപ്പെടുന്ന ബോയൻസി കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ടറിൽ V/ρg എന്നുള്ളത്, വി നമ്മൾ ആൾറെഡി പറഞ്ഞു, നമ്മൾ അസ്യൂം ചെയ്തതാണ് 1/1000 എന്നത്. സോ 1/1000 × 1000 × 9.8 വിച്ച് ഈസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി സലൈൻ വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ 1/1000 × 1025 × 9.8 വിച്ച് ഈസ് ഈക്വൽ ടു 10.04 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി കെറോസിൻ്റെ കേസ് നോക്കുകയാണെങ്കിലോ 1/1000 × 810 × 9.8 വിച്ച് ഈസ് ഈക്വൽ ടു 7.94 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഓരോ ഫ്ലൂയിഡിനും ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന, ഇവിടെ സ്റ്റോണിന് അനുഭവപ്പെടുന്ന വെയിറ്റ് എന്തായിരിക്കും? അത് വെയിറ്റ് ഇൻ എയർ മൈനസ് ബോയൻസി ആയിരിക്കും അല്ലേ. വാട്ടറിൻ്റെ കേസിൽ 49 ന്യൂട്ടൺ മൈനസ് 9.8 ന്യൂട്ടൺ വിച്ച് ഈസ് ഈക്വൽ ടു 39.2 ന്യൂട്ടൺ എന്ന് കിട്ടും. സലൈൻ വാട്ടറിലാകുമ്പോൾ ആ വാല്യൂ നമുക്ക് 38.96 ന്യൂട്ടൺ എന്ന് കിട്ടും. കെറോസിനിലാകുമ്പോൾ നമുക്കത് 41.06 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ടെക്സ്റ്റിൽ നമ്മുടെ ആ ടേബിൾ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ അസ്യൂം ചെയ്തു അല്ലേ. മാസ് എന്നത് 5 kg എന്ന് അസ്യൂം ചെയ്തു. മാത്രമല്ല വോളിയം 1/1000 മീറ്റർ ക്യൂബ് എന്ന് അസ്യൂം ചെയ്തു. സോ ഇവിടെ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? വിയും ജിയും ഫിക്സ്ഡ് ആയിരിക്കുമ്പോൾ ബോയൻസി ബി ഈസ് പ്രപ്പോർഷണൽ ടു റോ. അതായത് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത ബോയൻസി ഇൻക്രീസ് ചെയ്യും. ബോയൻസി തന്നെയാണ് വെയിറ്റ് ലോസ് അല്ലേ. സോ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോയൻസി ഇൻക്രീസ് ചെയ്യും. സോ വെയിറ്റ് ലോസ് ഇൻക്രീസ് ചെയ്യും. വെയിറ്റ് ലോസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡിൽ ആ ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന വെയിറ്റ് എന്തായിരിക്കും? വെയിറ്റ് ലോസ് ഇൻക്രീസ് ചെയ്യാണ്. സോ വെയിറ്റ് കുറയും. അതുപോലെ തന്നെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ബോയൻസി ഡിക്രീസ് ചെയ്യും, അതായത് വെയിറ്റ് ലോസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡിൽ ആ ഒബ്ജക്റ്റിന് അനുഭവപ്പെടുന്ന വെയിറ്റ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു എ ഫ്ലൂയിഡ് വിച്ച് ഹാസ് ഹയർ ഡെൻസിറ്റി. ബോയൻസി എഫക്റ്റ് ചെയ്യുന്ന അടുത്ത ഫാക്ടർ എന്താണ്? അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണല്ലേ. ബോയൻസി ബി ഈക്വൽ ടു V/ρ × g. ഇവിടെ വോളിയം വി, ഡെൻസിറ്റി റോയും ഫിക്സ്ഡ് ആണെങ്കിൽ ബി ഈസ് പ്രപ്പോർഷണൽ ടു ജി എന്ന് കിട്ടും അല്ലേ. നമ്മളിപ്പോൾ മൂണിലെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നത് എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി /6 ആണ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ അവിടുത്തെ ബോയൻസി, അവിടെ അനുഭവപ്പെടുന്ന ബോയൻസി എന്നത് എർത്തിൽ ഒരു ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ബോയൻസിയുടെ 1/6 ആയിരിക്കും. എർത്തിലൊരു ഫ്ലൂയിഡ് ബി ബോയൻസി എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് മൂണിൽ B/6 ആയിരിക്കും. ഇനി ടെക്സ്റ്റിലൊരു ഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ഷിപ്പ് ഓഷ്യൻ വാട്ടറിൽ നിന്ന് ഫ്രഷ് ലേക്കിലേക്ക് പോകുമ്പോൾ ഷിപ്പ് കൂടുതലായി സിങ്ക് ചെയ്യുമോ അതോ റൈസ് ചെയ്യുമോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കൺസെപ്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ആൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.